ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബിൻ സെറിയാക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് പെരുമാതുറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ പുറകെ കാണുന്നതാണ് സ്ഥലം. നല്ല വെയിലാണ്, രാവിലെയാണ്. അപ്പം നമ്മളിവിടെ ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് 140 കിലോമീറ്റർ ഉണ്ട്. അപ്പം പയ്യെ ഇവിടെ ചൂണ്ടിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ നമ്മുടെ ചങ്ക് ഫിഷിംഗ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഒന്ന് ടോണി മാർട്ടിൻ, പുള്ളി അയർലൻഡിൽ നിന്ന് ലീവിന് വന്നിരിക്കുകയാണ്. പിന്നെ വിഷ്ണുദേവ് ഉണ്ട്, അതുപോലെ തന്നെ ജെയ്സൺ ചേട്ടനുണ്ട്, അതുപോലെ രമേശ് ചേട്ടൻ. അപ്പോൾ നമ്മൾ മൊത്തം 5 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും മീൻ കിട്ടുമോ കേട്ടോ. ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാറിയാണ് പെരുമാതുറ എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പുലിമുട്ടിലാണ് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി വന്നേക്കുന്നത്. പെരുമാതുറ എന്നീ സ്ഥലത്തിന് പേര് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർമൻ പെരുമാൾ എന്ന് പറയുന്ന ഒരു രാജാവിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയതെന്നാണ് അറിയപ്പെടുന്നത്. പുള്ളി താമസിക്കുന്ന സ്ഥലം, അങ്ങനെയാണ് പെരുമാതുറ എന്നീ സ്ഥലത്തിന് പേര് വന്നത്. അവിടെ ഞാൻ ഇറങ്ങാം. അവിടെ കടക്ക് അവിടെ കടക്ക്. എന്നാ പിടിച്ചോ. ആദ്യം വീട് എടുക്കും. സാധനം കയറിയിരിക്കുകയാണ്. വിഷ്ണുവിന് ചെമ്പല്ലി. സൈസ് ഉണ്ട്. അത് പിടിച്ചു കാണിച്ച്. അടിക്കാം. ഇതാണ് വിഷ്ണുവിന് മീനടിച്ച ഷാഡ്. ഫയർ ടൈഗർ എന്ന് പറയുന്ന ഷാഡാണിത്. അതിനുശേഷം നമുക്ക് കുറേ നേരം കാസ്റ്റ് ചെയ്തു. മീനൊന്നും അടിച്ചില്ല. ഒരു നച്ചുകരിമീൻ നമുക്ക് ഉടക്കി കിട്ടി. അതല്ലാതെ വലിയ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് നീണ്ടകര എന്ന് പറയുന്നൊരു ഹാർബറിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ മീൻപിടുത്തം, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് യാത്ര, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് സമയം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം. നീണ്ടകര കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫിഷിംഗ് ഹാർബറാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ നിന്ന് ഏകദേശം, കൊല്ലം സിറ്റിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നീണ്ടകര പാലമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അഷ്ടമുടി കായലിനോട് ചേർന്ന് നടക്കുന്ന ഈ സ്ഥലം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ സ്കൈയും അതുപോലെ തന്നെ അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ചുമ്മാ ഇരിക്കാനായിട്ട് വളരെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ കൊല്ലംകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ കൊല്ലത്ത് പോയി, ട്രിവാൻഡ്രത്ത് പോയി. അഞ്ചാള സ്പെഷ്യലിസ്റ്റ് ടോണി അവിടെ കാണിച്ച് എത്ര കിലോ ഉണ്ട്? പാമ്പിനോട് സാമ്യമുള്ള ഈ മീനിൻ്റെ പേര് മൊറൈ ഈൽ എന്നാണ് കേട്ടോ. പല ആൾക്കാരും ഇതിനെ പാമ്പാന്ന് വിചാരിക്കാറുണ്ട്. ഇത് പാമ്പല്ല.
പാമ്പിൻ്റെ ദേഹത്ത് കാണപ്പെടുന്ന പോലെ ചെതുമ്പലുകളില്ലാത്ത ഒരു മത്സ്യം തന്നെയാണിത്. ചെതുമ്പലിന് പകരം ഇതിൻ്റെ ദേഹത്ത് കാണപ്പെടുന്ന മ്യൂക്കസ് പോലത്തെ ഒരു കണ്ടൻ്റ് ഉണ്ട്. ആ കണ്ടൻ്റാണ് ഈ മീനുകളെ കല്ലുകൾക്കിടയിലും പവിഴപ്പുറ്റുകൾക്കിടയിലും ഒരു ഇഞ്ചുറിയും കൂടാതെ ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഏകദേശം 200 ഇനം മുറൈ ഈലുകളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഗ്രൂപ്പർ, ഹമൂർ അല്ലെങ്കിൽ കറൂപ്പ്, അഴുക എന്നീ തരത്തിലുള്ള പ്രെഡേറ്ററി ഫിഷുകളുമായിട്ട് ഈ മുറൈ ഈല് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കും. അത്യാവശ്യം വലിപ്പം ഉള്ള ഒരു മുറൈ ഈലും ഗ്രൂപ്പറും തമ്മിൽ ഒരു മെൻ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിന് ശേഷം ഇവ തമ്മിൽ ഒരുമിച്ചാണ് ഹണ്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. ഗ്രൂപ്പർ എന്ന് പറയുന്ന മത്സ്യം ഓപ്പൺ വാട്ടറിൽ ഹണ്ട് ചെയ്ത് മീനുകളെ കഴിക്കുന്ന ഒരു മീനാണ്. അപ്പോൾ ഗ്രൂപ്പറിനെ കണ്ട് കല്ലുകൾക്കിടയിൽ ഒളിക്കാനോ അല്ലെങ്കിൽ പുഴപ്പുറ്റിൻ്റെ ഇടയ്ക്ക് ഒളിക്കാനോ പോകുന്ന മീനുകളെയാണ് ഈ മുറൈ ഈല് ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പറിനെ പേടിച്ച് കല്ലിനിടയ്ക്കിരിക്കുന്ന മീനുകൾ മുറൈ ഈലിനെ കാണുമ്പോൾ പുറത്തേക്ക് ഓടുകയും ആ മീനുകളെ ഗ്രൂപ്പർ കഴിക്കുകയും, അപ്പോൾ ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് പിന്നീട് ഇവരെ ഹണ്ട് ചെയ്യുന്നത്. അതായത് ഒരു മെൻ്റൽ ബോണ്ടിങ് ഉണ്ടായതിന് ശേഷം ഈ മീനുകൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും നടക്കുന്നതും ഹണ്ട് ചെയ്യുന്നതും. ഗ്രൂപ്പർ എന്ന മീനിന് ശരിക്കും ലോകത്തെല്ലാം നല്ല ഡിമാൻഡുള്ളൊരു മീനാണ്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ബിരിയാണി കേൾക്കാനായിട്ട് ഗ്രൂപ്പറിനെ ധാരാളമായിട്ട് യൂസ് ചെയ്ത് വരുന്നു. എന്നാൽ മുറൈ ഈലിനെ ലോകത്ത് അധികം കഴിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ സ്കിന്നിൽ കണ്ടുവരുന്ന ഈ മ്യൂക്കസ് ശരിക്കും ചില ഇനത്തിൻ്റെ ടോക്സിക്കാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇതിനെ കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പെരുമാതുറയിൽ നിന്ന് നേരെ വന്നത് സ്ഥലത്തിന് വരുന്നായിരുന്നു നീണ്ടകര വന്നിട്ട് കട്ട ശോകമായിരുന്നു കേട്ടോ. 5 ആളെ പിടിച്ച് കൂട്ടി. എത്ര പിടിച്ചറിയോ? ഏകദേശം 10-12 5 ആളെ പിടിച്ചല്ലേ. 5 ആളുകളുടെ എന്താ എന്തേ പറയാൻ നിൽക്കും. ജോണി ചേട്ടാ തിരിഞ്ഞു നോക്കി. 4-5 പിടിച്ചല്ലേ. 5 ആളാ 3 ആളാ ഞാൻ 2 കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കട്ട ശോകമായിരുന്നു. സ്ട്രൈക്ക് കിട്ടിയത് ഫസ്റ്റ് മീൻ അടിച്ചു, പക്ഷെ പൊട്ടിച്ചോണ്ട് പോയി. നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാനുള്ള പോലെ സമയം കിട്ടില്ല. ഷാഡാണ്, സിംഗിൾ ഷാഡിലടിച്ചു, ഒരു ഗോൾഡൻ കളർ കട്ട മീനായിരുന്നു. നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. ബ്രൈഡ് കല്ലെറിഞ്ഞ് പൊട്ടിപ്പോയി. ശോകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടെ ഗ്രില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവരും മീൻ. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് നേരെ മീൻ ഗ്രില്ല് ചെയ്യും. അപ്പൊ നമുക്ക് ബാക്കി എന്താണെന്ന് കോട്ടയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തി ചെമ്പല്ലി പിടിച്ചതിനെ കറി വെക്കാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോന്നപ്പോൾ പറഞ്ഞത് മീൻ ഗ്രില്ല് ചെയ്യാൻ പോകാമെന്നാണ്. പക്ഷേ ഇപ്പോൾ കറിയായി മാറിയതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാണ് ഈ മീൻ വെച്ചത്. നമ്മൾ ഒത്തിരി ലേറ്റായി, ഒരു 12 മണിയായി വന്നപ്പോൾ. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴേക്കും ഫ്രണ്ടിൻ്റെ മമ്മിക്ക് കഥ അറിയത്തില്ലായിരുന്നു, നമുക്ക് വീഡിയോ എടുക്കണം. അപ്പം ആൻറ്റി അതിനെ എടുത്ത് വെട്ടി കറിയാക്കുന്ന രീതിയിലാക്കി വെച്ചു. കുഴപ്പമില്ല, നമ്മളതിനെ അതുകൊണ്ട് കറിയും ആക്കി കപ്പ കൂട്ടി കഴിക്കാൻ പോവാം. അപ്പം കറി വെക്കാൻ നോക്കിയാലോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കൊടംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ നമ്മൾ അരപ്പ് മൂപ്പിക്കാൻ പോവാണ് കേട്ടോ. അരപ്പ് മൂപ്പിക്കാനായിട്ട് നമുക്ക് ഉലുവ വേണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ആണ് നമ്മൾ ഉലുവ മൂപ്പിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ആവശ്യത്തിന് ഉലുവ ഇടുക. അതിനുശേഷം കുറച്ച് കടുക് അതിലേക്ക് ഇടുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില, അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടുക. പിരിയൻ മുളക് പൊടി ആയതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ അത്ര എരിവ് കാണത്തില്ല. നമ്മുടെ അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം വറ്റണം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം അതിലേക്ക്
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പിനെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടിക്കകത്തേക്ക് നമ്മുടെ അരപ്പിനെ മാറ്റുകയാണ്. നമ്മൾ ഇനി ബാക്കി മീൻ കറി വെക്കുന്നത് ചട്ടിക്കകത്താണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ബാക്കി അരപ്പും കൂടെ നമുക്ക് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ കുടമ്പുളി ഇട്ടു, ഉപ്പ് ആവശ്യത്തിന് ഇടുക. അതിനുശേഷം നമുക്ക് ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കാം. കഷ്ണത്തിൻ്റെ മുകളിലൊക്കെ ചാറ് വരുന്ന രീതിയിലൊന്ന് ചുറ്റിച്ച് വെക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തീ വെച്ചിരിക്കുവാണ്. ഈ തീ നന്നായിട്ട് ഇരുന്നിട്ടൊരു 4 മിനിറ്റ് തിളച്ച് കഴിയുമ്പം നമുക്ക് തീ കുറച്ച് വെക്കാം. നമ്മുടെ കറി ഏകദേശം 4 മിനിറ്റ് 5 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. അങ്ങനെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 10-12 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാകും. നമ്മുടെ കറി അപ്പോൾ റെഡിയായി. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറി നമ്മൾ ഫിനിഷ് ചെയ്യാണ്. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യും. ആഹാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മമ്മി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മമ്മിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫൈനലൈസ് ചെയ്യും കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? എനിക്ക് ഇച്ചിരി തന്നെ ദേ നല്ല ചെമ്പല്ലിയുടെ ചാറ് കേട്ടോ. കപ്പയുടെ അടുത്ത് ബെസ്റ്റാണ് കേട്ടോ. ആ നല്ല അടിപൊളി. അപ്പൊ കപ്പയുടെ കൂട്ടത്തിൽ ഈ സാധനം അടിപൊളിയായിരിക്കും. നമ്മുടെ കൂട്ടുകാർ കപ്പ മേടിച്ചോണ്ട് ഓൺ ദി വേ ആണ്. നമ്മുടെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച മുതലാളി എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഒരാൾ മിസ്സിംഗ് കേട്ടോ, രമേശിനാണ് മിസ്സിംഗ്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ടേസ്റ്റ് ചെയ്യണേ. താടിയുള്ളതെന്നുള്ള കൺസിഡറേഷനിൽ ജെയ്സൺ ചേട്ടൻ മീൻ ടേസ്റ്റ് ചെയ്യുന്നു. ഒന്ന് കലക്കിയിട്ട് ടേസ്റ്റ് ചെയ്തു. ഓ, എനിക്ക് പൊതി വന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മൾ നല്ല ചെമ്പറ്റിയും കപ്പയും കൂടെ കൂടുതലും ഒഴിച്ചു ചാറ്. ആ അതെ, ശരിക്കും പറയാൻ നല്ല ഐഡിയ ആയിരിക്കും. അതെ, അപ്പൊ ഇതുവരെ ഞാൻ മീൻ ടേസ്റ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയോ. ഇത്രയും നേരം കടിച്ചു പിടിച്ച് നിൽക്കുവായിരുന്നു. ആരും നിർബന്ധിക്കുന്നില്ല, ആരും നിർബന്ധിക്കുന്നില്ല. അപ്പം കപ്പയും ചെമ്പല്ലി. ആഹാ, അടിപൊളിയാണ് കേട്ടോ. ഇനി ഒരു ഗീവയുടെ കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് ഒരു ഗീവ് ചെയ്യുന്നുണ്ട്. അതിനൊരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. ഈ കൂട്ടത്തിൽ അതുപോലെ നമ്മുടെ രമേശൻ ചേട്ടൻ ഉൾപ്പെട്ട് ആരുടെ വീട്ടിലാണ് ഞാൻ ഈ മീൻ കൊണ്ട് വെച്ചതും ആരാണ് മീൻ വെട്ടി കറി വെക്കുന്ന പരുവത്തിലാക്കിയതെന്നും എന്ന് നിങ്ങൾ ചുമ്മാ ഗസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് നമ്മൾ ഒരു ചെറിയ ഗീവ് അവേ, ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഗീവ് അവേ. അതിന്റെ റിസൾട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരുടെ മുഖം ഉണ്ടോ കേട്ടോ? ആരുടെയും മുഖത്ത് എന്തെങ്കിലും കളതരം ഉണ്ടോ? ഇല്ല, എല്ലാവരും മുടിഞ്ഞ കളന്മാരാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ.